സംശയ നിവാരണ കൂട്ടായ്മയുടെ ഒരു പുതിയൊരു ദൗത്യത്തിനായി തുടക്കം കുറിക്കുന്ന ഒരു സുദിനമാണ്. അതിനെ മതാതീതമായ കാഴ്ചപ്പാടോടുകൂടി സത്യസ്വരൂപനെ കണ്ടെത്തുവാൻ, ആനന്ദിക്കുവാൻ കിട്ടിയിരിക്കുന്ന ഒരു പുണ്യ അവസരമാണ് മാനവജന്മം. ആ മഹനീയ ഒരു സത്യത്തെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് ഇവിടുത്തെ വിഷയം അന്വേഷണത്തിൻ്റെ ആവശ്യകത. ഏതൊന്നറിഞ്ഞാൽ മറ്റൊന്നറിയണ്ടയോ? ആ പരമമായ ചൈതന്യത്തെ അറിയാനും ആനന്ദിക്കാനും അതിൻ്റെ തണലിൽ, ആ അനുഗ്രഹത്തിൽ, ആ നിറവിൽ ലോകരക്ഷയ്ക്ക് വേണ്ടി ജീവിതം ഉപകരിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഈ ജന്മനിയോഗത്തെ പ്രകാശിപ്പിക്കുവാൻ ഇവിടെ നമ്മിലൂടെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമകാലികർക്ക് ഒരു ആനന്ദകരമായ കാഴ്ചപ്പാടുണ്ടാകുന്നതിന്, ഒരു തിരിച്ചറിവുണ്ടാകുന്നതിന്, മനുഷ്യജന്മത്തിൻ്റെ മഹനീയത തിരിച്ചറിയുന്നതിന്, കുടുംബ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന്, അനേകം കാര്യങ്ങളുടെ മഹനീയ അറിവ് പ്രദാനം ചെയ്യുന്നതിന് തുടക്കം കുറിക്കുന്ന ഈ ദൗത്യത്തിൽ ഇന്നിവിടെ വന്നെത്തിയ ആത്മരൂപികളായ ഈശ്വര ചൈതന്യങ്ങൾ 5 പേരെ ഇന്നിവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 5-ൽ ഒരാൾ സലാം മുസ്ലിയാർ എന്ന ഒരു പുണ്യാത്മാവാണ്. അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് വരാൻ കഴിയില്ല എന്ന് പറയുകയുണ്ടായി. അതുകൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബാലരാമപുരം മീറ്റ് ടു മീ ധ്യാന കേന്ദ്രത്തിൻ്റെ ആചാര്യനായ മഹാത്മാ അവധൂത ഗുരുപ്രസാദ് ജി ഉള്ള ഈ വേദിയിലേക്ക് ഈശ്വരൻ്റെ ഗുരുപരമ്പരയുടെ ഭാരത സനാതന ധർമ്മത്തിൻ്റെ പേരിൽ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മാവേലിക്കരയിൽ നിന്ന് 3-4 പ്രാവശ്യം വന്ന് ഈ ആശ്രമ ദൗത്യത്തിലേക്ക് ഒരു കൈത്താങ്ങ് തന്ന്, ഒരു സ്നേഹം തന്ന്, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ചേർത്ത് പിടിച്ച മഹാത്മാവാണ് ഗിരിവന മോഹൻജി അവറുകൾ. അദ്ദേഹത്തെയും സനാതനധർമ്മത്തിൻ്റെ പേരിൽ, ഐക്യത്തിൻ്റെ പേരിൽ, ഭാരത പ്രകാശത്തിൻ്റെ പേരിൽ, ഈശ്വരൻ്റെ പേരിൽ, ഗുരുപരമ്പരയുടെ പേരിൽ, ഈശ്വര ചൈതന്യത്തിൻ്റെ പേരിൽ, ഈ എളിയവൻ്റെ പേരിൽ ആ മഹനീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച അദ്ദേഹത്തെയും വളരെ വിനീതമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കാലം കരുതി വച്ച പുണ്യാത്മാവാണ് ഡോക്ടർ KG മനോജ് ജി. ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്ന് ആ ക്രിസ്തുവിൻ്റെ ആ മഹനീയ പ്രകാശം ഉൾക്കൊണ്ട് സമൂഹ നന്മയ്ക്കും ദേശസ്നേഹത്തിനും സനാതനധർമ്മ പ്രസ്ഥാനത്തിനും വേർതിരിവില്ലാത്ത ഒരു മഹനീയ കാഴ്ചപ്പാട് ഉൾബോധത്തിൽ തിളങ്ങിയ അദ്ദേഹം ലോഹ ഊരിവച്ചിട്ട് ക്രിസ്തീയ സഭയെ അദ്ദേഹം അവഹേളിക്കാതെ ആ തെറ്റുകൾ തിരുത്തി ഹിന്ദു, ക്രിസ്ത്യ, മുസ്ലിം, ജൈന, ബുദ്ധ ഇങ്ങനെ എല്ലാ വിശ്വാസങ്ങളെയും കോർത്തിണക്കുന്ന ഒരു മഹനീയ കാഴ്ചപ്പാടുള്ള, സ്വതന്ത്ര ബുദ്ധിയുള്ള ഒരു മഹാത്മാവിനെയാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ആ പുണ്യാത്മാവിനെയും കർത്താവിൻ്റെ പടച്ച തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഈ ഉള്ളവൻ്റെ എളിയ ദൗത്യത്തിൽ ആ മഹനീയ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തെയും വളരെ വിനീതമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഗുരുകൃപയുടെയും ദൈവത്തിൻ്റെയും നാമധേയത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം ഈ ഇവിടെ
വേദിയിൽ വന്നിരിക്കുന്ന എല്ലാ മഹാത്മാക്കളും ആരും നിസ്സാരപ്പെട്ടവരല്ല. ഓരോ തരത്തിൽ അവർ പ്രകാശിക്കുന്നവരാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത സങ്കല്പങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കേന്ദ്രബിന്ദു ഈശ്വര സത്യത്തെ, സത്യസ്വരൂപനെ, പടച്ച തമ്പുരാനെ, ജീവൻ്റെ പൊരുളിനെ, ജീവിതത്തിൻ്റെ പൊരുളിനെ, പ്രപഞ്ചത്തിൻ്റെ പൊരുളിനെ വാക്കുകളാൽ ആ സരസ്വതി മാതാവ്, അക്ഷരാംബിക ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ പ്രസാദം തന്ന് ഞങ്ങളുടെ എല്ലാം ബ്രഹ്മാമൃത കലശത്തിൽ ആ സരസ്വതിയുടെ വിളയാട്ടമുണ്ടാകട്ടെ. ഞങ്ങളെ ഈ ദൗത്യത്തിൽ സർവത്ര ദേവീദേവന്മാരും ഗുരുപരമ്പരയുടെ അനുഗ്രഹവും മൺമറഞ്ഞുപോയ പുണ്യാത്മാക്കളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങളെ ഏൽപ്പിച്ച ഈ ദൗത്യം ലോകരക്ഷയ്ക്ക് വേണ്ടി തുടക്കം കുറിക്കുവാൻ ഭഗവാൻ, ആ പ്രപഞ്ചനാഥൻ, വിശ്വനാഥൻ, വിശ്വംഭരി ഞങ്ങളെയെല്ലാം പ്രാപ്തമാക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹനീയ വ്യക്തികളുടെയും പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംരംഭത്തിൽ നമുക്ക് ഒത്തുചേരാം. ആ ഒത്തുചേരുന്നത് നമുക്ക് ഒരു തിരിച്ചറിവിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയും ഒരു സാഹോദര്യത്തിൻ്റെയും ഒരു സഹകരണത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഒരു മഹനീയ വൃന്ദാവനമായി ഇവിടെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ദൗത്യത്തിലേക്ക് എല്ലാവരെയും നീതപൂർവ്വം ഞാൻ ആദാരബന്ധങ്ങൾ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.